നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. ഡിസംബർ 9, 11 എന്നീ 2 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കും. തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ആദ്യഘട്ട വോട്ടെടുപ്പ് ഡിസംബർ 9-നും രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഡിസംബർ 11-നും നടക്കും. ഡിസംബർ 13-നായിരിക്കും വോട്ടെണ്ണൽ. നവംബർ 14-ന് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറക്കും. നാമനിർദ്ദേശ പത്രിക നവംബർ 21 വരെ നൽകാം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ 7 ജില്ലകളിലായിരിക്കും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. രണ്ടാം ഘട്ടത്തിൽ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് എന്നീ 7 ജില്ലകളിലും വോട്ടെടുപ്പ് നടക്കും. വോട്ടെടുപ്പ് വിജ്ഞാന തീയതി മുതൽ നാമനിർദ്ദേശ പത്രിക നൽകാം. തെരഞ്ഞെടുപ്പിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ 2025 ഡിസംബർ 9 ചൊവ്വാഴ്ചയായിരിക്കും പോളിംഗ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 7 ജില്ലകളിൽ 2025 ഡിസംബർ 11 വ്യാഴാഴ്ചയായിരിക്കും പോളിംഗ്. ഡിസംബർ 9-നും ഡിസംബർ 11-നും 2 ഘട്ടമായി രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയായിരിക്കും പോളിംഗ്. വോട്ടെണ്ണൽ നടത്തുന്നത് കൗണ്ടിംഗ് 2025 ഡിസംബർ 13 ശനിയാഴ്ചയാണ്. തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാനുള്ള അവസാന തീയതി 2025 ഡിസംബർ 18 സംസ്ഥാനത്ത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. മട്ടന്നൂർ നഗരസഭ ഒഴികെയുള്ള 1199 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആകെ 23,576 വാർഡുകളിലേക്കായിട്ടാണ് തിരഞ്ഞെടുപ്പ്. മട്ടന്നൂരിൽ തെരഞ്ഞെടുപ്പ് പിന്നീട് നടക്കും. സംസ്ഥാനത്ത് ആകെ 33,746 പോളിംഗ് സ്റ്റേഷനുകളായിരിക്കും ഉണ്ടാവുക. 1,37,922 ബാലറ്റ് യൂണിറ്റുകളാണ് തെരഞ്ഞെടുപ്പിനായി സജ്ജമാക്കിയിട്ടുള്ളത്. 50,691 കൺട്രോൾ യൂണിറ്റുകളുമുണ്ടാകും. 1,249 റിട്ടേണിംഗ് ഓഫീസർമാരായിരിക്കും വോട്ടെടുപ്പിനായി ഉണ്ടാവുക. ആകെ 1.80 ലക്ഷം ഉദ്യോഗസ്ഥരെയായിരിക്കും വോട്ടെടുപ്പിനായി നിയോഗിക്കുക. സുരക്ഷയ്ക്കായി 70,000 പോലീസുകാരെയും നിയോഗിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ദുരുപയോഗം തടയാനുള്ള നടപടിയുണ്ടാകും. ആകെ 2.50 ലക്ഷം ഉദ്യോഗസ്ഥരായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി ഉണ്ടാവുക. തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുന്നില്ലെങ്കിലും മട്ടന്നൂരിലും പെരുമാറ്റച്ചട്ടം ബാധകമായിരിക്കും. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് തുറന്നുകൊടുത്തു. മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്റർ തുറന്നു കൊടുത്തിരിക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈൻ വഴിയാണ് ഡയാലിസിസ് സെന്ററിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത്. നമ്മുടെ പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം നാളുകളായിട്ടുള്ള നമ്മുടെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ഇന്ന്. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് അത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഒട്ടേറെ പ്രതിസന്ധികൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. താലൂക്ക് ആശുപത്രി സന്ദർശന വേളയിൽ ഞാൻ സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ജില്ലാ ജനറൽ ആശുപത്രികൾ സന്ദർശിക്കുമ്പോൾ പട്ടാമ്പിയിൽ എത്തിയിരുന്നു. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട MLAയുടെ ആസ്തി വികസന ഫണ്ട്, അതോടൊപ്പം മുനിസിപ്പാലിറ്റി പ്രോജക്റ്റ് ഫണ്ട്, സ്പോൺസർ ഫണ്ടും ഒക്കെ ഉപയോഗിച്ചാണ് 21 ലക്ഷത്തി ചില്വാനം രൂപ ഉപയോഗിച്ചിട്ടാണ് ഈ പ്രവൃത്തി അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ബഹുമാനപ്പെട്ട MLAയുടെ ആദ്യഘട്ടത്തിൽ 99 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് 474.14 സ്ക്വയർ മീറ്റർ ഉള്ള ഇരുനില കെട്ടിടം പൂർത്തിയാക്കിയത്. അതിന് ശേഷം പിന്നെയും 2021 24 ലക്ഷം രൂപയ്ക്ക് കുഴൽക്കിണർ, സെപ്റ്റിക് ടാങ്ക്, ജനറേറ്റർ, ഫ്രിഡ്ജ്, TV, റിസപ്ഷൻ വർക്കുകൾ എന്നിവയും കൂടാതെ ആദ്യ നിലയിൽ സ്റ്റോർ റൂം, ജീവനക്കാരുടെ റൂം, പെയിന്റിംഗ്, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ MLA ഫണ്ടിൽ നിന്ന് ചെയ്യുകയുണ്ടായി. ഈ നിലയിൽ ബഹുമാനപ്പെട്ട MLAയുടെ നിരന്തരമായിട്ടുള്ള ഇടപെടൽ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ MLA ഫണ്ടിൽ നിന്ന് 8 ഡയാലിസിസ് മെഷീനും മറ്റു ഉപകരണങ്ങളും ഇവിടെ വാങ്ങുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. KMCL വഴിയാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട MLAയുടെ ഒരു നിരന്തര ഇടപെടൽ ഇതിലുണ്ട്. കാരണം നമ്മളൊരു പ്രോജക്റ്റ് യാഥാർത്ഥ്യമാക്കുമ്പോൾ അതിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മൾ അനുവദിക്കുക എന്നുള്ളതിനപ്പുറം ഓരോ പ്രശ്നങ്ങൾ, പവറിൻ്റേതാകട്ടെ, വെള്ളത്തിൻ്റേതാകട്ടെ, മറ്റനുമതികളാകട്ടെ, ഇതിനു വേണ്ടിയിട്ട് വളരെയേറെ അതിൽ ഇടപെടുകയും പ്രയത്നിക്കുകയും ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട MLA. ഉദ്ഘാടന ചടങ്ങിൽ മുഹമ്മദ് മോസിൻ MLA അധ്യക്ഷനായിരുന്നു.
MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 99 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. പിന്നീട് സെന്ററിന് ആവശ്യമായ ബാക്കി തുകകൾ MLA ഫണ്ടിൽ നിന്നും നഗരസഭാ ഫണ്ടിൽ നിന്നുമായി അനുവദിക്കുകയായിരുന്നു. ഡയാലിസിസ് സെന്ററിൽ 8 മെഷീനുകളുണ്ട്. 7 മെഷീനുകൾ വരും ദിവസങ്ങളിൽ പ്രവർത്തിക്കും. ആദ്യഘട്ടത്തിൽ ഒരു ഷിഫ്റ്റ് ഡയാലിസിസ് ആണ് ആരംഭിക്കുക. പിന്നീട് 2 ഷിഫ്റ്റായും കഴിയുമെങ്കിൽ 3 ഷിഫ്റ്റായും ഏർപ്പെടുത്തുവാനും ലക്ഷ്യമിടുന്നുണ്ട്. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, മറ്റു കൌൺസിലർമാർ, ആശുപത്രി അധികൃതർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്തു. ജാമ്യത്തിലിറങ്ങി വീണ്ടും ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ യുവാവ് രണ്ടാമതും പോലീസ് പിടിയിലായി. തൃത്തല സ്വദേശി റജിനാൾസ് ആണ് അറസ്റ്റിലായത്. തിരുവല്ല പോലീസാണ് പാലക്കാട് നിന്നും പ്രതിയെ പിടികൂടിയത്. ഓൺലൈനിലൂടെ ജോലിയൊഴിവ് സന്ദേശം അയച്ച് തട്ടിപ്പ് നടത്തുകയായിരുന്നു. ഓൺലൈൻ ജോലിയിലൂടെ കൂടുതൽ ലാഭമുണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. ഇത്തരത്തിൽ 28 ലക്ഷത്തോളം രൂപ പ്രതി ഉൾപ്പെട്ട സംഘം തട്ടിയെടുത്തതായാണ് വിവരം. സമാന കുറ്റകൃത്യത്തിന് കർണാടക പോലീസ് നേരത്തെ പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷം ഇയാൾ വീണ്ടും തട്ടിപ്പ് നടത്തുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊപ്പം കൈപ്പുറം ചിനവതിക്കാവിന്റെ ഓഫീസ് കുത്തി തുറന്ന മോഷണം. കൈപ്പുറം ചിനവതിക്കാവിലെ ഓഫീസ് കെട്ടിടം കുത്തി തുറന്നാണ് മോഷണം നടത്തിയിരിക്കുന്നത്. ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന 15,000 രൂപ മോഷണം പോയതായാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. ക്ഷേത്രത്തിലെ CCTV ക്യാമറകളും ഹാർഡ് ഡിസ്കും ഉൾപ്പെടെയുള്ള സാമഗ്രികളും മോഷ്ടാക്കൾ കൊണ്ടുപോയി. കൊപ്പം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. തിങ്കളാഴ്ച രാവിലെ ഓഫീസ് തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം ക്ഷേത്ര അധികൃതർ അറിയുന്നത്. തുടർന്ന് ക്ഷേത്ര ഭാരവാഹികൾ കൊപ്പം പോലീസിനെ അറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിലെ കുറിയുമായി ബന്ധപ്പെട്ടുള്ള പണശേഖരണം നടത്തിയിരുന്നു. കുറിയുടെ പണം ഓഫീസിൽ ഉണ്ടാകുമെന്ന് കരുതിയാകാം മോഷണം നടന്നതെന്നാണ് നിഗമനം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തി തുറന്നുള്ള മോഷണവും നടന്നിരുന്നു. ഇന്നലെ വൈകിട്ടാണ് 7 മണിക്ക് കൗണ്ടർ അടച്ചു പോയതാണ്. 7 മണിക്ക്. അതിനുശേഷം ആണ് ഇത് സംഭവിച്ചത്. ഞങ്ങൾ കാലത്ത് 6 മണിക്കാണ് കൗണ്ടർ തുറക്കാൻ വരുന്നത്. ശശി കൗണ്ടർ ഇരിക്കുന്ന ആള് വന്നപ്പോഴാണ് ഇത് കാണുന്നത്. ഡോറൊക്കെ പൊളിച്ചിട്ടുള്ള ഇത് കാണുന്നത്. കൗണ്ടറിൽ കുറച്ച് ക്യാഷൊക്കെ ഉണ്ടായിരുന്നു. ക്യാഷൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. പിന്നെ ഡോറ് നാസാക്കിയിട്ടുണ്ട്. പിന്നെ ഷോറൂമിന്റെ ഡോറൊക്കെ നാസാക്കിയിട്ടുണ്ട്. അത് കാലത്ത് 6 മണിക്കാണ് കാണുന്നത് സംഭവം. വീട്ടിൽ ഇത് അടച്ചു പോയതാണ്. ഇല്ല വേണ്ടാ തോന്നുന്നില്ല. കൗണ്ടറിലെ ക്യാഷേ പോയിട്ടുള്ളൂ. എന്നാലും ഇപ്പൊ 7 എടുത്ത വണ്ടാറും അല്ല സൈജ് പൈസ ക്യാഷൊന്നും ഇല്ല. അടുത്ത ക്യാഷില്ല. CCTV ആർഡൊക്കെ കൊണ്ടുവരുന്നു. കളവറ കൊണ്ടുവരുന്നു. അതൊന്നും കാണാൻ പറ്റുന്നില്ല. ക്ഷേത്ര ഭാരവാഹികളുടെ പരാതിയെ തുടർന്ന് കൊപ്പം പോലീസും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പോലീസ് ഡോഗ് ക്ഷേത്രത്തിന് ചുറ്റും സഞ്ചരിച്ച് നെടുങ്കോട്ടൂർ റോഡ് വരെ പോയി തിരിച്ചു പോരുകയായിരുന്നു. വാദ്യകലാരംഗത്തെ നിറസാന്നിധ്യമായ കലാമണ്ഡലം വള്ളൂർ മുരളീധരന് ജന്മനാടിന്റെ ആദരം. മുഹമ്മദ് മുഹസിൻ MLA ആദര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വാദ്യകലാരംഗത്തെ 4 പതിറ്റാണ്ടിന്റെ നിറസാന്നിധ്യമായ കലാമണ്ഡലം വള്ളൂർ മുരളീധരനാണ് നാട് സ്വർണ്ണോപഹാരം നൽകി ആദരിച്ചത്. വള്ളൂർ വാദ്യധ്വനിയുടെ നേതൃത്വത്തിലായിരുന്നു ആദരസദസ് നടത്തിയത്. മുഹമ്മദ് മുഹസിൻ MLA ആദരസദസ് ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. കലാകാരന്മാർ പ്രത്യേകിച്ച് വാദ്യകല ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ശബ്ദത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന്, താളത്തിന് എത്ര പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വളരെ ശാസ്ത്രീയമായി അതോടൊപ്പം തന്നെ ആത്മീയമായിട്ട് കൂടി ചേർന്ന് അത് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ ജീവിത താളവുമായി ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു കഴിവ്, ആ കഴിവാണ് കലാകാരനെ വ്യത്യസ്തമാക്കുന്നത്. എല്ലാറ്റിലും താളമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ താളമുണ്ട്, ഹൃദയത്തിനൊരു താളമുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാറ്റിലും താളമുണ്ട്, എല്ലാറ്റിലും സംഗീതവുമുണ്ട് അല്ലേ. നമ്മളൊരു അമ്മയാണെങ്കിൽ അമ്മ ഭക്ഷണം ഉണ്ടാക്കുന്നതിനൊരു താളമുണ്ട്, കുഞ്ഞ് കരയുന്നതിനൊരു താളമുണ്ട്, അച്ഛൻ കൃഷി ചെയ്യുകയാണെങ്കിലും മറ്റുള്ളതാണെങ്കിലും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ചെറുപ്പത്തിൽ തൊട്ട് എല്ലാറ്റിലും താളമുണ്ട്. ആ താളത്തെ ഒരു ആനന്ദകരമാക്കി മാറ്റുക, ശാസ്ത്രീയമായി ആത്മീയമായി ആനന്ദകരമാക്കി മാറ്റുന്നതാണ് കലാകാരന്മാരുടെ ഏറ്റവും വലിയ കഴിവ്. നമുക്ക് പലപ്പോഴും അറിയാം, ഒരു മേളത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ആ ചെണ്ടമേളത്തിൽ നമ്മളറിയാതെ, ഇപ്പൊ ഇവിടെ തന്നെ നമ്മളിങ്ങനെ അതിലിങ്ങനെ ലയിക്കും, നമ്മളറിയാതെ താളം പിടിക്കും. എത്ര താളമില്ലാത്തവരും അതിൻ്റെ കൂടെ താളം പിടിക്കും. ഒരേ രീതിയിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ആ താളത്തിനനുസരിച്ച് ആ മേളം മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വാസംഘം ചെയർമാൻ സതീശൻ പട്ടാമ്പി അധ്യക്ഷനായിരുന്നു. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാര വിശിഷ്ടാതിഥിയായി. അണ്ടരാടിമന പരമേശ്വരൻ നമ്പൂതിരിപ്പാട് സുവർണോപഹാരം സമർപ്പണം നിർവഹിച്ചു. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, പേരൂർ ഉണ്ണികൃഷ്ണൻ, കലാമണ്ഡലം ശിവദാസൻ മാരാർ, നഗരസഭാ കൗൺസിലർ എ സുരേഷ്,
തൃത്താല ശങ്കരകൃഷ്ണൻ, മോഹനൻ കൊടുമുണ്ട, ജയനാഥൻ തൃപ്പങ്ങോട്, കൃഷ്ണപ്രസാദ് കൊടുമുണ്ട തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മഴയൊഴിഞ്ഞ് മാനം തെളിഞ്ഞതോടെ വെള്ളിയാങ്കല് തടയണയിലെ മീൻപിടുത്തം വീണ്ടും സജീവമാവുകയാണ്. വലയെറിഞ്ഞും ചൂണ്ടയിട്ടും തോണിയിലേറിയുമുള്ള നാടൻ മീൻപിടുത്തം തകൃതിയാണിവിടെ. തടയണയുടെ ഷട്ടറുകൾക്ക് താഴെ കുത്തിയൊഴുകുന്ന പുഴവെള്ളത്തിൽ വീശുവലയെറിഞ്ഞുള്ള മത്സ്യബന്ധനം മനോഹര കാഴ്ചയാണ് സന്ദർശകർക്ക് സമ്മാനിക്കുന്നത്. പുഴയിൽ തകൃതിയായി നടക്കുന്ന മീൻപിടുത്ത കാഴ്ചകൾ കാണാൻ മിക്ക സമയങ്ങളിലും പാലത്തിന് മുകളിൽ വെള്ളിയാങ്കല് സന്ദർശകർ കാഴ്ചക്കാരായി ഉണ്ടാകാറുണ്ട്. ആരൽ, സിലോപ്പി, കരിമീൻ, പരൽമീനുകൾ, ചേറാൻ എന്ന വിളിപ്പേരുള്ള വാഗബ്രാൽ, വിവിധയിനം പൊടിമീനുകൾ എന്നിവയാണ് പുഴയിൽ നിന്നും പ്രധാനമായും ലഭിക്കുന്ന മത്സ്യങ്ങൾ. പണ്ടുകാലത്ത് യഥേഷ്ടം ലഭിച്ചിരുന്ന കട്ട്ളമീനുകൾ ഇന്ന് വല്ലപ്പോഴും മാത്രമാണ് കിട്ടുന്നത്. 8 കിലോയിലധികം തൂക്കമുള്ള കട്ട്ളമീനുകൾ ഇവിടെ നിന്നും പണ്ടുകാലങ്ങളിൽ ലഭിച്ചിരുന്നു. പുഴയിൽ നിന്നുള്ള പിടയ്ക്കുന്ന മീനുകളുടെ തത്സമയ വിപണന കേന്ദ്രവും വെള്ളിയാങ്കല് പാലം പരിസരം തന്നെയാണ്. നരിമീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കാളാഞ്ചി, ചെമ്പല്ലി, വിവിധയിനം കൊഞ്ചുകൾ, മഞ്ഞക്കൂരി, മാന്തൾ, അയിലപ്പാര തുടങ്ങി ഉപ്പുവെള്ള മത്സ്യങ്ങൾ പോലും ഒരു കാലത്ത് വെള്ളിയാങ്കല് പുഴയുടെ ആഴങ്ങളിൽ നിന്നും ലഭിച്ചിരുന്നു. എന്നാൽ പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് നിലച്ചതും പുഴയെ രണ്ടായി പകുത്തുകൊണ്ടുള്ള കോൺക്രീറ്റ് തടയണകളുടെ നിർമ്മാണങ്ങൾ മൂലവുമെല്ലാം ഇത്തരം മീനുകളെ പുഴയിൽ നിന്നും നാമാവശേഷമാക്കിയതായി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. പുഴയിലേക്ക് കയറി വരുന്ന പഴയ കടൽ മത്സ്യങ്ങൾ ഇപ്പോൾ നമ്മളെ ഈ ഭാഗത്ത് കയറി വരുന്നില്ല. അത് നമ്മളെ ചമ്രവട്ടം റെഗുലേറ്റർ ബ്രിഡ്ജ് വന്നതോട് കൂടിയിട്ട് പൊന്നാനി ഭാഗത്തു നിന്ന് വരുന്ന കടലിൽ നിന്ന് കയറി വരുന്ന മത്സ്യങ്ങളായ വലിയ വലിയ മത്സ്യങ്ങളുണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത്. നമ്മളെ നരിമീൻ അല്ലേ, കാളാഞ്ചി, ചെമ്പല്ലി തുടങ്ങിയ മത്സ്യങ്ങളൊന്നും ഇപ്പോൾ നമ്മളെ ഇവിടെ ഇങ്ങോട്ട് വരുന്നില്ല. പിന്നെ ഇവിടെ ലോക്കലായി കിട്ടുന്ന നമ്മളെ പുഴയിൽ തന്നെയുള്ള മത്സ്യങ്ങൾ തന്നെ പൊന്നാനി ഭാഗത്ത് നിന്ന് കയറി വരുന്ന മത്സ്യങ്ങളൊന്നും ഇവിടെ എത്തുന്നില്ല. അതുകൊണ്ട് ഇവിടെ കുറച്ച് ക്ഷാമമൊക്കെ ഉണ്ട്. മീനെങ്കിലും ഇപ്പൊ പുതിയ ഇനം മീനുകളായ സിലോപ്പി, അത് ചിത്രലാട എന്ന് പറയുന്ന ചക്കപ്പഴം എന്നും പറയുന്ന സിലോപ്പി, അതൊക്കെ അത്യാവശ്യം വരുന്നതുകൊണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. പുലർക്കാലം മുതൽ വൈകിട്ട് വരെ വലയെറിഞ്ഞാലും ആകെ കിട്ടാറുള്ളത് 3-4 കിലോഗ്രാം മത്സ്യം മാത്രമാണെന്നും ഇവർ പറയുന്നു. 3-4-5 കിലോ ഒക്കെ കിട്ടും. അപ്പൊ 200 റുപ്യക്ക് വെച്ചാൽ കിട്ടുക. ചെലവാകുകയാണെങ്കിൽ 1000-1200 ചിലവർക്ക് കിട്ടും. അങ്ങനെയപ്പോ ഒരു ചെറിയ കൂലി പൈസ കിട്ടും. ഊത്തപിടുത്തവും മറ്റ് അനധികൃത മാർഗങ്ങളിലുള്ള മീൻപിടുത്തങ്ങളും വർദ്ധിച്ചതോടെ പുഴയിലെ മത്സ്യസമ്പത്ത് നാൾക്കുനാൾ കുറഞ്ഞു വരികയാണ്. പുഴയെ ഉപജീവന മാർഗമാക്കിയ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെയാണ് ഇത് പ്രതികൂലമായി ബാധിക്കുന്നത്. മുമ്പ് സംസ്ഥാന മത്സ്യവകുപ്പിന്റെ പൊതുജലാശയങ്ങളിലെ മത്സ്യക്കുഞ്ഞു നിക്ഷേപം പദ്ധതിയുടെ ഭാഗമായി ലക്ഷക്കണക്കിന് മത്സ്യക്കുഞ്ഞുങ്ങളെ തടയണയിൽ നിക്ഷേപിച്ചിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്തായി ഈ പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കാത്തതും പുഴയിലെ മത്സ്യസമ്പത്ത് വലിയ തോതിൽ കുറയാനിടവരുത്തി. കൂടാതെ നാൾക്കുനാൾ വർദ്ധിച്ചുവരുന്ന പുഴ മലിനീകരണവും മീനുകളുടെ ജീവനെടുക്കുന്നുണ്ട്. ഫ്രഷ് മീനുകളെ തേടിയെത്തുന്ന വളരെ കുറച്ച് ആളുകളെ മാത്രം ആശ്രയിച്ചാണിപ്പോൾ വെള്ളിയാങ്കലിലെ പരമ്പരാഗത മത്സ്യബന്ധനം നിലനിൽക്കുന്നത്. രാത്രികാലങ്ങളിലും ചിലപ്പോൾ തടയണയിൽ മീൻപിടുത്തം സജീവമാകാറുണ്ട്. നീട്ടുവല, തണ്ടാടിവല, വീശുവല എന്നിവയുപയോഗിച്ച് തടയണയ്ക്കകത്ത് തോണികളിലും തടയണയുടെ ഷട്ടറുകൾക്ക് താഴെയുമാണ് ഇപ്പോഴത്തെ മീൻപിടുത്തം. തൃത്താലയ്ക്ക് പുറമെ സമീപ ജില്ലകളിൽ നിന്നും ആളുകൾ മത്സ്യബന്ധനത്തിനായി ഇവിടേക്കെത്തുന്നുണ്ട്. വിനോദത്തിനായി സായാഹ്നങ്ങളിൽ ചൂണ്ടയിടാനെത്തുന്ന നാട്ടുകാരും നിരവധിയാണ്. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ വേദികൾ ഉണർന്നു. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മേള നടക്കുന്നത്. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ 2ാം നാളിലാണ് കലാമത്സരങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. 11 പ്രധാന വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് 13 വരെ കലോത്സവം നടക്കുന്നത്. 14 പ്രീ പ്രൈമറി കലോത്സവം നടക്കുന്നുണ്ട്. ഉപജില്ലയിലെ 90ഓളം വിദ്യാലയങ്ങളിൽ നിന്നുമായി 4500ഓളം കലാപ്രതിഭകളാണ് മേളയിൽ പങ്കെടുക്കുന്നത്. تقدمي وتحملي على نساء
നിൽക്കണ്ട. ഇപ്പത്തെ കുട്ടികളല്ലേ, ഈ ഓളം കേറാവൂലൊന്നും അവന് പിടിക്കണ്ടാവില്ല. ആരാ വരുന്നത്? ആ, അതാ മമ്മതാണ്. പയ്യനെ വെക്കണ കാര്യങ്ങൾ കുമാരൻ പറഞ്ഞാണ്. മമ്മത് ഇരിക്ക. അല്ല നമ്പൂരിശ, എന്തിനാ പയ്യനെ വെക്കണേ? നല്ല കറവുള്ള പയ്യല്ലേ. ലക്ഷ്മി കാണിച്ചാ തീരെ വയ്യ. പിന്നെ എന്റെ അവസ്ഥ നമുക്കറിയില്ലേ? രണ്ടാം ദിനത്തിൽ രാവിലെ മുതൽ വിവിധ വേദികളിലായി മത്സരങ്ങൾ നടന്നു. ചെണ്ട തായമ്പക, ചെണ്ടമേളം, മലയപുലയാട്ടം, പളിയ നൃത്തം, ഇരുള നൃത്തം, പണിയ നൃത്തം, മംഗലം കളി തുടങ്ങിയ ഇനങ്ങളിൽ മത്സരങ്ങൾ നടന്നു. ജനപ്രിയ ഇനങ്ങളായ ഒപ്പന, വട്ടപ്പാട്ട്, നാടകം, മൂകാഭിനയം ഉൾപ്പെടെയുള്ള ഇനങ്ങളും ഉണ്ടായിരുന്നു. കാണികളുടെ വലിയ തിരക്ക് തന്നെയാണ് ജനപ്രിയ ഇനങ്ങൾക്ക് മുന്നിലും കാണാനായത്. സുദിനത്തിൽ സുഗന്ധപൂവായി അജപുച്ച ചരിതത്തിൽ അമ്പേരും ലീല. നോക്കിയിട്ടില്ല, നോക്കാൻ പോവാ. അപ്പൊ ഒരു മിനിറ്റടാ, നിന്റെ റിസൾട്ട് എന്തായി? എനിക്ക് ഫുൾ A+ ആടി. ഞങ്ങൾ നാളെ ടൂറ് പോവാ. എല്ലാവർക്കും ഫുൾ A+ഓ? അയ്യോ. ചൊവ്വാഴ്ച മേളയിൽ ലളിതഗാനം, ദേശഭക്തിഗാനം, സംസ്കൃതോത്സവം, അറബിക്കലോത്സവം തുടങ്ങിയ വിഭാഗങ്ങളിൽ മത്സരങ്ങൾ നടക്കും. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.